ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തംബ്ലയിൽ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയത്, ഫ്ലിപ്കാർട്ടിൻ്റെ പറ്റുന്ന എങ്ങനെയാണ് എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയതെന്ന് പറയുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഏത് ആപ്പ് വഴിയാണ് അതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണിത്, ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എനിക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് കമ്മീഷൻ കിട്ടിയ സമയത്ത് ഞാൻ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു പേയ്മെൻറ്റ് കിട്ടിയതിൻ്റെ. അപ്പോൾ കുറേ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇത് എങ്ങനെയാണ് ചെയ്യുക, ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ വെച്ചിട്ട്. ഒരാളൊന്നല്ല കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യണത്. അപ്പോൾ എനിക്കിങ്ങനെ വീഡിയോ ഒന്നും ചെയ്തിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്താലും എനിക്ക് സെറ്റാവാറൊന്നുമില്ല. അപ്പോൾ എനിക്കറിയണത് നിങ്ങൾക്കും പറഞ്ഞു തരുന്നതൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കമ്മീഷൻ കിട്ടണത് അതിനെക്കുറിച്ചിട്ടൊന്ന് പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേര് ചോദിച്ച കാരണം എനിക്ക് ഒരു വീഡിയോ പോലെ ചെയ്തിട്ട് ഇടണതാണ് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നണത്. എല്ലാവരോടും പറഞ്ഞിട്ട് മടുത്ത്. അപ്പോൾ ഒരു വീഡിയോ പോലെ ചെയ്തിട്ടാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഈ വീഡിയോ കാണും, എന്നാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനിതുപോലെ കുറേ പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് മെയിനായിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യം തന്നെ. കുറേ പേരോട് ഞാൻ ഇതെങ്ങനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റ് ചെയ്യുക, എങ്ങനെ പേയ്മെൻറ്റ് കിട്ടുക, ഫ്ലിപ്കാർട്ടിൻ്റെ ഭാഗത്തുനിന്നും മീഷോൻ്റെ ഭാഗത്തുനിന്നും എങ്ങനെയാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുക എന്നൊക്കെ ഞാൻ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ട്. ആരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ പറഞ്ഞു തരാത്തത് എന്താണെന്നൊക്കെ അറിയില്ല. മറ്റുള്ളവർ നന്നാവണത് അവർക്ക് ഇഷ്ടമല്ലല്ലോ, അതായിരിക്കും ചിലപ്പം. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ ഒരു വീഡിയോ എന്തായാലും ചെയ്തിടുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഒന്നും കൂടി മെസ്സേജ് അയച്ചാലും പിന്നെ എനിക്കത് ഓർമ്മ വന്ന് ഇങ്ങനൊരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്തിടുന്നു ഞാൻ മുൻകൂട്ടിയിട്ട് ഞാൻ വിചാരിച്ചത് തന്നെയാണ്. എനിക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഭാഗത്തുനിന്ന് കമ്മീഷൻ കിട്ടിയ സമയത്ത് ഞാൻ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചത് എങ്ങനെയാണ് കിട്ടിയത് ഒന്ന് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞു തരാം. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാവും ഡീറ്റെയിൽ ആയിട്ട്. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കണോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണോണ്ടും ആ ആപ്പിലേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് കിട്ടിയത് വിഷ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പിൽ നിന്നാണ് കേട്ടോ. വിഷ് ലിങ്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും. വിഷ് ലിങ്ക് എന്താ, എങ്ങനെ ഇതൊക്കെ ചെയ്യാന്നുള്ളത് ചിലർക്കൊക്കെ അറിയായിരിക്കും. വിഷ് ലിങ്ക് എന്ന് പറഞ്ഞ ആപ്പിൽ നിന്നാണ് കമ്മീഷൻ കിട്ടുന്നത്. അപ്പോൾ വിഷ് ലിങ്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. എനിക്ക് കിട്ടിയത് വിഷ് ലിങ്ക് വഴിയാണ് കേട്ടോ. വിഷ് ലിങ്ക് ആപ്പിൽ നിന്നാണ് എനിക്ക് ക്യാഷ് കിട്ടിയത്. അപ്പോൾ വിഷ് ലിങ്ക് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾക്ക് ഫോളോവേഴ്സ് വേണം കേട്ടോ. ഞാനിത് ചെയ്യണ സമയത്ത് എനിക്ക് ആകെ 3000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് 7000 ഫോളോവേഴ്സ് അയക്കണം, 7500 ഫോളോവേഴ്സ് അയക്കണം. ആദ്യം വിഷ് ലിങ്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു 2000 ഫോളോവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ആപ്പിൻ്റെ പേരാണ് വിഷ് ലിങ്ക്. വിഷ് ലിങ്ക് ആദ്യം നമ്മൾ ഡൗൺലോഡ് ആക്കാം. ആപ്പ് സ്റ്റോറിലായാലും പ്ലേ സ്റ്റോറിലായാലും അവൈലബിൾ ആണ് വിഷ് ലിങ്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 2000 ഫോളോവേഴ്സെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. യൂട്യൂബ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതിൽ യൂട്യൂബിൽ ഒരു 500 സബ്സ്ക്രൈബേഴ്സെങ്കിലും വേണം. പക്ഷേ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഇതും വിഷ് ലിങ്കും യൂട്യൂബും വഴി നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. യൂട്യൂബ് അടക്കട്ടെ, നമുക്ക് വിഷ് ലിങ്കും ഇൻസ്റ്റഗ്രാമും കുറിച്ച് പറയാം. അപ്പോൾ വിഷ് ലിങ്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആദ്യം നിങ്ങളെ പ്രൊഫൈല് കാര്യങ്ങൾ എല്ലാം നിങ്ങൾ കണക്റ്റ് ആക്കി കൊടുക്കുക. അവിടെ കാണിക്കും. ഞാൻ അവിടെ സ്ക്രീൻ വീഡിയോ ആയിട്ട് കൊടുക്കുക. അവിടെ കാണിക്കും ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക, പാൻ കാർഡ്, നിങ്ങളെ ആധാർ കാർഡ് നമ്പർ, പാൻ കാർഡിൻ്റെ നമ്പർ, ഫോൺ നമ്പർ, പിന്നെ അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക നിങ്ങളത്. എന്നാലാണ് നമുക്ക് കമ്മീഷൻസ് കിട്ടുള്ളൂ. പാൻ കാർഡ് ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ അടുത്ത സ്റ്റെപ്പ് വരുന്നതാണ് ഇതെങ്ങനെയാണ് പോസ്റ്റ് ആക്കുക. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഉള്ള വീഡിയോ എങ്ങനെ പോസ്റ്റ് ആക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഞാൻ അവിടെ കൊടുക്കാം. ഇവിടെ ഒരു പ്ലസ് ഓപ്ഷൻ ഇല്ലേ, ഈ 4 എണ്ണത്തിൻ്റെ നടുക്ക് പ്ലസ് ഓപ്ഷൻ ക്രിയേറ്റിൻ്റെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നാല് ഓപ്ഷൻസ് വരും. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, പിന്നെ ബാക്കി 2 എണ്ണം വരും. അതിനെക്കുറിച്ചൊക്കെ അറിയില്ല. ഇൻസ്റ്റഗ്രാം ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റഗ്രാം ക്ലിക്ക് ചെയ്യണ സമയത്ത് നിങ്ങൾ മുന്നേ എന്തെങ്കിലും ഈ പർച്ചേസ് ചെയ്തിട്ട് മീഷോന്നായാലും ഫ്ലിപ്കാർട്ടിൽ നിന്നായാലും മിന്ത്രന്നായാലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ചോദിക്കും. ആ ഡ്രസ്സ് ഒരു ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സിൻ്റെ ലിങ്ക് ചോദിക്കും. ആ ലിങ്ക് നിങ്ങളവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേര് എനിക്ക് മെസ്സേജ് ഉണ്ടാവുമല്ലോ, ആ ഡ്രസ്സ് ഇൻസ്റ്റഗ്രാമിൽ കുറേ പേര് എനിക്ക് മെസ്സേജ് ഉണ്ടാവുമല്ലോ ലിങ്ക് എന്ന് കമൻ്റ് ആക്കിയിട്ട്.
ഡ്രസ്സിൻ്റെ ലിങ്ക് വെച്ചിട്ട്. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് ഓട്ടോമാറ്റിക്കലായിട്ട് ലിങ്ക് പോകും. അപ്പോൾ ഇതാണ് വിഷ് ലിങ്കും ഇൻസ്റ്റഗ്രാമും കൂടിയിട്ടുള്ള ഒരു സംഭവം. വിഷ് ലിങ്കിൽ നിന്നാണ് നമുക്ക് ഡയറക്റ്റ് ഇൻസ്റ്റഗ്രാമിലേക്ക് ലിങ്ക് വരണം കേട്ടോ. വിഷ് ലിങ്കിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ട കാരണമാണ് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഡയറക്റ്റ് ലിങ്ക് വരുന്നത്. ഇതുപോലെ തന്നെ കുറേ പ്രൊഡക്റ്റ് ഓർഡർ ആക്കിയിട്ട് റിട്ടേൺ ആക്കിയല്ലോ. ഞാൻ ഇതുമായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ കുറേ പ്രൊഡക്റ്റൊന്നും ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ കുറേ പ്രൊഡക്റ്റൊന്നും നിങ്ങൾ ആവശ്യമില്ലാണ്ട് കുറേ പ്രൊഡക്റ്റ് എടുത്തിട്ട് വീഡിയോ ചെയ്യാൻ നിൽക്കരുത്. ഒരു റേറ്റ് കുറവുള്ള നല്ല ക്വാളിറ്റി ഉള്ളതിൽ റേറ്റ് കുറവുള്ള നോക്കിയിട്ട് ഒരു പ്രൊഡക്റ്റ് എടുക്കുക, അതിൻ്റെ വീഡിയോ ചെയ്യുക. അങ്ങനെ ചെയ്ത് തുടങ്ങണം. അല്ലാണ്ട് ഒരുപാട് നമ്മൾ കാശ് ചിലവാക്കിയിട്ട് 1000-2000 ബുക്കൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് കമ്മീഷൻ കിട്ടിയില്ലെങ്കിലോ. അത് കാരണമാണ് ഞാൻ പറയണത്. കുറേ ഒരു വലിയ റേറ്റിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കാണ്ട് നോർമൽ റേറ്റിനുള്ള ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് അവിടെ കമ്മീഷൻ കിട്ടും. ക്ലിക്ക് ചെയ്തിട്ട് അവർ പർച്ചേസ് ചെയ്യണം, അപ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടും. ഇപ്പം ഞാനൊരു ഡ്രസ്സിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ടതിൽ കുറച്ച് പേര് അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒരു ബ്ലൂ ഡ്രസ്സ്, ഞാൻ മോൻ്റെ പരിപാടിക്ക് ഡ്രസ്സ് വാങ്ങിച്ചതാണ് ഞാൻ. ആ ഡ്രസ്സ് ഞാൻ എടുത്തിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ലിങ്കിൽ നിന്ന് കമൻ്റ് ആക്കിയിട്ട് അവർക്ക് ഡയറക്റ്റ് ലിങ്ക് പോയിട്ട് അവർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് അവർ പർച്ചേസ് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കമ്മീഷൻ കിട്ടുക. അപ്പോൾ കുറച്ച് പേര് അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റിട്ടേൺ ആക്കാണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കമ്മീഷൻ അവിടെ കിട്ടി. അതുപോലെ തന്നെ നിങ്ങൾക്കും കമ്മീഷൻ കിട്ടും. നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വിഷ് ലിങ്കിൽ വന്നിട്ട് അത് കണക്റ്റ് ആക്കി കൊടുക്കുക. എന്നാലാണ് അവർക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ലിങ്ക് പോവുള്ളൂ, അവർക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കമ്മീഷൻ കിട്ടുക. അപ്പോൾ ഇപ്പോൾ ഒരു 200 രൂപേൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ എത്രയാണെന്ന് വെച്ചാൽ ഒരു 5 രൂപക്ക് കിട്ടുള്ളൂ. അപ്പോൾ 5 രൂപ കിട്ടുള്ളൂ അല്ലേ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് 5 രൂപ കിട്ടണത്. അപ്പോൾ ആ ഒരു വീഡിയോ വൈറലായിട്ട് ഒരു 10-15 ആൾക്കാർ, ഒരു 50,000 ആൾക്കാർ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കമ്മീഷൻ ഈ വിഷ് ലിങ്ക് വഴി കിട്ടും. യൂട്യൂബിനെക്കാട്ടിയും വരുമാനം കിട്ടുന്ന ഒരു സംഭവമാണ് വിഷ് ലിങ്ക്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് സംസാരിക്കാനൊന്നും അറിയൊന്നുമില്ല. എനിക്കറിയണത് നിങ്ങളോട് പറഞ്ഞത്രേ ഉള്ളൂ. പിന്നെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഒരെണ്ണം ചെയ്യുന്നുണ്ട്, പാർട്ട് 2, മീഷോന്ന് എങ്ങനെയാണ് ക്യാഷ് കിട്ടണം എന്നുള്ളത്. അത് ഞാൻ പറയാമെന്ന് വിചാരിക്കേണ്ടത്. ഇപ്പോൾ ഇത് വലിയൊരു വീഡിയോ ആയിക്കണം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്ക്. പാർട്ട് 2 എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യാം. മീഷോന്ന് എങ്ങനെയാണ് ക്യാഷ് കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വിഷ് ലിങ്ക് അല്ലാണ്ട് മീഷോന്ന് എങ്ങനെ വേറെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം, വീഡിയോക്ക് ലൈക്ക് അടിക്കുക, അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ കമൻറ്റിൽ സെക്കൻഡ് പാർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ആക്കിയാൽ മതി. അപ്പോൾ മീഷോൻ്റെ ഭാഗത്തു നിന്നും എങ്ങനെ കമ്മീഷൻ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത്ര ഉള്ള വീഡിയോ. അപ്പോൾ പിന്നെ ഞാൻ വരാം. ഇത് വലിയൊരു ലോങ് വീഡിയോ ആയിക്കണം. അപ്പോൾ ബൈ.